ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നാളത്തെ അവധി അറിയിപ്പുകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പോസ്റ്റുകളായിട്ടും സ്റ്റോറികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ ഇല്ല. നിലവിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ 5 ജില്ലകളിൽ, പ്രധാനമായും വടക്കൻ ജില്ലകളിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലും അതുകൂടാതെ ഇടുക്കിയിലും യെല്ലോ അലർട്ടാണ്. അതായത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ നിലവിൽ വന്ന അറിയിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ മുതൽ ടോട്ടലി ഗ്രീൻ അലർട്ടുകളാണ്. പ്രത്യേകിച്ച് മഴ അലർട്ടുകളില്ല. പിന്നെ ജൂലൈ 3-നാണ് യെല്ലോ അലർട്ട് വരുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ ഈ വടക്കൻ ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഇനി ഒരുപക്ഷെ മഴ കനക്കുകയാണെങ്കിൽ ഇടുക്കിയിലുമാണ് ഇനി അങ്ങോട്ട് ഇന്നത്തെ ദിവസം കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ നേരിയ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ അവധികൾ പ്രാദേശികമായി കുട്ടനാടും അതുപോലെ ചില താലൂക്കുകളൊക്കെ പ്രാദേശികമായിട്ട് അവധി വരാൻ സാധ്യത കൂടുതൽ താലൂക്കുകളാണ്. ചെറിയ മഴ പെയ്താൽ തന്നെ അത്തരത്തിലുള്ള അറിയിപ്പുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പരിഗണിക്കുകയാണ്. ഈ മറ്റൊരു കാര്യം, ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മറ്റ് ജില്ലകളിലെ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്കും അവധി സാധ്യതയുണ്ട്. അത് നമ്മുടെ കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നാൽ മാത്രമാണ് നമുക്കത് കൺഫേം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ജില്ലകളിൽ എന്താണ് മഴയുടെ അവസ്ഥ? ഇപ്പോൾ തെക്കൻ ജില്ലകൾ എടുക്കുകയാണെങ്കിൽ മഴയ്ക്ക് നല്ല ശമനമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയാനാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.